ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ എസ് ബി ഒ ഇപ്പോൾ ഒരു അപ്ഡേഷൻ അല്ല, ഇപ്പം ചെറിയൊരു ടാസ്ക് നമുക്ക് തന്നിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ, ഇത് എസ് ബി ഒയിൽ ഇപ്പോഴും ഈ ഇപ്പം റീഫണ്ട് ഇപ്പോൾ ഇതുവരെയായിട്ട് കൊടുത്ത് കഴിഞ്ഞില്ല. അത് ചെറിയൊരു ഇഷ്യൂ ആയതുകൊണ്ട് ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അല്ലാതെ തന്നെ ഇപ്പോൾ ഇത്രയും ഡിലേ ആവുന്നതുകൊണ്ട് കുറേ ആൾക്കാർക്ക് വീണ്ടും ഇപ്പം എസ് ബി ഒയിൽ ആൾക്കാരെ ചേർത്ത് വിട്ടവരോട് ഈ പൈസ ചോദിക്കുന്ന ഒരു പ്രശ്നം വന്നുകൊണ്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ ആൾക്കാരെ ചേർത്ത് വിട്ട നമ്മളെ ഈ ഇൻട്രൊഡ്യൂസർ ഉണ്ടല്ലോ, അവരെടുത്ത് ഈ ആൾക്കാർ ഇത്ര ദിവസമായിട്ട് ഇങ്ങനെ എസ് ബി ഐ ഓപ്പൺ ആവാത്തതുകൊണ്ട് പൈസ അവരെടുത്തും, പിന്നെ വേറെ കുറേ ഗ്രൂപ്പുകളിലൊക്കെ കയറിയും, പിന്നെ ഈ കമാൻഡേഴ്സ് അവരുടെ ഈ ക്യാഷിൻ്റെ കാര്യത്തിൽ ഉള്ള പ്രശ്നമുണ്ട്. അവർ ഇങ്ങനെ ക്യാഷ് കുറേ കടം വാങ്ങിച്ചൊക്കെയാണ് ഇതിലിട്ട്, എന്നിട്ട് ഇത് കിട്ടിയില്ല. ഇങ്ങനെ ഇട്ടിട്ട് 2 ദിവസം ആയപ്പോൾ തന്നെ ഇതൊക്കെ പൂട്ടിപ്പോയെന്ന് വെച്ചാൽ ഈ 2-3 ദിവസം ആയപ്പോൾ തന്നെ ഈ ഒരു ബ്രേക്ക് വന്ന് പോയ ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ, ഈ പൈസ ഇട്ടിട്ടും ഇതുവരെ തിരിച്ച് കിട്ടാത്തതും, വർക്ക് ചെയ്ത പൈസ എടുക്കാൻ പറ്റാതെ, അങ്ങനെ ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ട്. അപ്പം ഇപ്പോഴും കുറേ ആൾക്കാർ ഇത്രയും ദിവസം നീണ്ടു പോയപ്പോൾ റീഫണ്ട് വേണമെന്നുള്ളൊക്കെ ഒരു ഇഷ്യൂ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം എസ് ബി ഒ ചെറിയൊരു ടാസ്ക് തന്നിട്ടുണ്ട്. ഇതിൽ ഇപ്പോഴും വേണമെങ്കിലും തുടരാൻ താല്പര്യമില്ലാത്തവർക്ക് അതിൽ 2 ഓപ്ഷൻ കാണും. ഒന്ന് റിജക്റ്റും ഒന്ന് അക്സെപ്റ്റും. അതിൽ റിജക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് എസ് ബി ഒയിൽ ഇതിൽ കയറാൻ പറ്റില്ല, വർക്ക് ചെയ്യാൻ പറ്റില്ല. അത് പൂർണ്ണമായിട്ടും ഇനി വർക്ക് ചെയ്യാൻ പറ്റാത്ത, ലോഗിൻ ചെയ്യാത്ത രീതിയിലാവും. പിന്നെ അതുപോലെ തന്നെ അവർക്ക് 60 ദിവസത്തിനകത്ത് അവർ ജോയിൻ ചെയ്ത എമൗണ്ടും, പിന്നെ അവർ വർക്ക് ചെയ്ത അക്കൗണ്ട് വെച്ചിട്ടുള്ള എമൗണ്ട് നമുക്ക് 60 ദിവസത്തിനകത്ത് എസ് ബി ഒ നിങ്ങളെ പ്രൊഫൈലിൽ ബാങ്ക് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അതിലോട്ട് അവർ അയച്ചു തരും. 60 ദിവസം, അതാണ് അവർ പറഞ്ഞിട്ടുള്ള ടൈം. ഇത് 100% ഒരു ഉറപ്പ് പറയുന്നുണ്ട്. 60 ദിവസത്തിനകത്ത് എന്തായാലും ആ പൈസ നിങ്ങൾക്ക് കിട്ടും. അപ്പോഴതിൽ ആദ്യം നമ്മൾ ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പം ഇതിൽ കാണിക്കും, ഇപ്പം 38,382 പേര് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം വായിച്ച് നോക്കി ടിക്ക് ചെയ്ത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. 1097 ആൾക്കാർ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ റിജക്റ്റ് ചെയ്ത ആൾക്കാർക്കെല്ലാം 60 ദിവസത്തിനകത്ത് വർക്ക് ചെയ്ത എമൗണ്ടും അവരെ റീഫണ്ടും, എന്ന് വെച്ചാൽ അവർ ജോയിൻ ചെയ്തപ്പെട്ട ആ ഒരു ക്യാഷ് എല്ലാം അവർക്ക് അവർ കൊടുത്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലോട്ട് അവർക്ക് തിരിച്ച് കിട്ടും. 60 ദിവസമാണ് പറഞ്ഞിട്ടുള്ളത്. 60 ദിവസത്തിനകത്ത് അവർക്ക് കിട്ടും. പിന്നെ ഇനി ഒരിക്കലും റീഫണ്ട്, പിന്നെ ഇത് എസ് ബി ഐയിൽ റീഫണ്ട് ഉണ്ടല്ലോ, റീഫണ്ടിൻ്റെ കാര്യം, വർക്ക് ചെയ്ത എമൗണ്ടും കിട്ടിയില്ല എന്ന് ഇനി ഒരു ചോദ്യം ആരും ഉന്നയിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു സംഭവം ഇങ്ങനെ ഒരു കാര്യം അവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളൊരു 14 മെയിൻ കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞു തരാം. ഇത് ആദ്യം തന്നെ ഒന്നാമത് കിടക്കുന്ന ഈ ഒരു ടിക്ക് ചെയ്യാനുള്ള ഭാഗത്തുള്ളതെന്ന് വെച്ചാൽ, അതിൽ പറഞ്ഞിരിക്കുന്ന മെയിനായിട്ടുള്ള കാര്യം, ഈ എസ് ബി ഒയിൽ ഇനി വർക്ക് ചെയ്യുന്ന ആൾക്കാർ എന്തായാലും ഒരു മൊബൈൽ ഫോൺ, ഒരു ആൻഡ്രോയിഡ് ഫോൺ കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരാളായിരിക്കണം. അതിൽ വർക്ക്, മെയിൽ അയക്കാൻ അറിയായിരിക്കണം, ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാൻ അറിയായിരിക്കണം, പിന്നെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ അങ്ങനെയുള്ള മെയിൻ ബേസിക് ആയിട്ടുള്ള ഇൻ്റർനെറ്റ് നോളേജും, പിന്നെ ഈ ഫോൺ ഉപയോഗിക്കാൻ ഒരു പറഞ്ഞ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണമല്ലോ, അത് പിന്നെ ബേസിക്കായിട്ട് ഫോൺ ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരാളായിരിക്കണം. അങ്ങനെ ഒരാളായിരിക്കണം എന്നാണ് ഈ ഒന്നാമത്തെ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക്, നമ്മൾ 6,500 കൊടുത്ത് കയറിയവരുണ്ട്, 6,000 കൊടുത്ത് കയറിയവരുണ്ട്, 2,000 കൊടുത്ത് കയറിയവരുണ്ട്. അങ്ങനെ എമൗണ്ട് കൊടുത്ത് നമ്മൾ ജോയിൻ ചെയ്യുമല്ലോ, ആ പൈസ ക്ലൗഡ് സ്റ്റോറേജ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പൈസ വാങ്ങിച്ചിട്ടുള്ളത്. നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ്, അതിന് വേണ്ടിയാണ് അവർ ആ ക്യാഷ് അത് വാങ്ങിച്ചിട്ടുള്ളത്. അതിനെപ്പറ്റിയാണ് രണ്ടാമത്തെ പോയിൻ്റ് പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തെ പോയിൻ്റ് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ, ഈ എസ് ബി ഒയിൽ നമ്മൾ ഈ കൊടുത്ത പൈസ ഉണ്ടല്ലോ, ഈ 6,500, ഈ 6,500 നമ്മൾ ഇട്ട് കെയർ ചെയ്ത് നമ്മൾ പൂർണ്ണമായിട്ടുള്ള ആ ഒരു സമ്മതത്തോടും നമ്മളെ ഇഷ്ടപ്രകാരമാണ് നമ്മൾ 6,500 ഇട്ട് വർക്ക് ചെയ്യാൻ കയറിയത്, അല്ല ആരും നിർബന്ധിച്ചിട്ടോ അല്ല. അപ്പോൾ ആ പൈസ ഇട്ട് കയറി നമ്മളെ ഉത്തരവാദിത്തമാണ് എന്നുള്ള ഒരു രീതിക്കുള്ള ഒരു പോയിൻ്റാണ് മൂന്നാമത് പറഞ്ഞത്. പിന്നെ നാലാമത് പറഞ്ഞ പോയിൻ്റ് എന്ന് വെച്ചാൽ, ഇതിൽ വരുന്ന ഈ യൂട്യൂബ് ചാനലായിരിക്കും, അല്ലെങ്കിൽ ടെലിഗ്രാം ചാനൽ, അല്ലെങ്കിൽ ഇതിലുള്ള ഈ വെബ്സൈറ്റ്, ഇതിൽ വരുന്ന ഇൻസ്ട്രക്ഷൻസും എല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്തിരിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ അതിൽ പറഞ്ഞ വോയിസും കാര്യങ്ങളെല്ലാം, ഗൈഡ് കാര്യങ്ങളെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകണം എന്നുള്ളതാണ് നാലാമത് പറഞ്ഞിട്ടുള്ളത്. അടുത്ത് അഞ്ചാമത് പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ ക്ലൗഡ് സ്റ്റോറേജ് വാങ്ങിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് 6,500 അല്ലെങ്കിൽ ആ ഒരു എമൗണ്ട് അവർ വാങ്ങിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, ജസ്റ്റ് നമ്മൾ ക്ലൗഡ് സ്റ്റോറേജ് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ വർക്ക് ചെയ്യാനുള്ള സ്പേസിന് വേണ്ടിയാണ് നമ്മൾ ആ പൈസ കൊടുത്തിട്ടുള്ളത്. അല്ല നമ്മൾ
അതിന് വേറെ പൈസ കൊടുത്തെന്ന് പറഞ്ഞാൽ നമ്മളടുത്തും ചോദ്യം ചോദിക്കുക എന്നുള്ള ഒരു ഇത് നമുക്കില്ല, അധികാരം നമുക്കില്ല. ജസ്റ്റ് നമ്മൾ SBO ഒരു കസ്റ്റമർ മാത്രമാണ്. ആ ഒരു രീതിക്കാണ് നമ്മൾ ക്യാഷ് കൊടുത്ത് വർക്ക് ചെയ്യാനുള്ള സ്പേസ് വാങ്ങിച്ച് വർക്ക് ചെയ്ത്, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ആ പൈസ കൊടുത്തെന്നുള്ള രീതിയിൽ ആരുടെ അടുത്ത് ഒന്നും ചോദിക്കാനുള്ള അധികാരമൊന്നുമില്ല, ചോദിക്കാനും പാടില്ല. അതാണ് അടുത്ത ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്ത പോയിൻ്റ് പറയുന്നത്, ഈ അനൗൺസ്മെൻറ്റ് വരുമല്ലോ നമ്മളെ ഈ ടെലിഗ്രാം ചാനലൊക്കെ ഇഷ്ടമുള്ള അനൗൺസ്മെൻറ്റ് വരുമല്ലോ ശങ്കർ സാറിൻ്റെ, അത് സ്വന്തമായിട്ട് തന്നെ കേട്ട് മനസ്സിലാക്കി വർക്ക് ചെയ്യും. അല്ല എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ജോയിൻ ചെയ്യിപ്പിച്ച് ഇൻട്രൊഡ്യൂസർ അത് തന്നെ ഈ അഡ്മിൻ്റെ അടുത്തോ അല്ലെങ്കിൽ കമാൻഡേഴ്സിൻ്റെ അടുത്തോ ജോയിൻ ചെയ്യിപ്പിച്ച ഈ ഇൻട്രൊഡ്യൂസറിൻ്റെ അടുത്തൊക്കെ ചോദിക്കുന്നത് നിങ്ങൾ സ്വന്തമായിട്ട് വോയിസ് കേട്ട് മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം, അല്ലാതെ ഈ ആ വോയിസ് എന്താണ് മൊത്തത്തിൽ പറഞ്ഞത് അങ്ങനെയുള്ള ആ രീതിക്കുള്ളതൊന്നും പറ്റൂല എന്നുള്ള ഇതാണ് പറഞ്ഞിട്ടുള്ളത്. സ്വന്തമായിട്ട് വായിച്ച് മനസ്സിലാക്കി വർക്ക് ചെയ്യണം. അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഡൗട്ട് മാത്രം ചോദിക്കണം. കാരണം ഈ ഡൗട്ട് ചോദിക്കാൻ വേണ്ടി എല്ലാവരുടെ അടുത്തും ആരാണെങ്കിലും ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കണമെന്ന് SBO ഒരു റൂളുണ്ട്. ആരെയൊക്കെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടോ അവരെല്ലാം ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിൽ ആഡ് ചെയ്ത് അതിൽ ഡൗട്ട് ചോദിക്കണം, മാത്രം ക്ലിയർ ചെയ്ത് കൊടുക്കണം എന്നുള്ളൊരു റൂളുണ്ട്. അത് അങ്ങനെ, അല്ലാതെ എന്താണെന്നുള്ള പൂർണ്ണമായിട്ടല്ല, ഡൗട്ട് മാത്രം ക്ലിയർ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ മൊത്തത്തിൽ പറഞ്ഞു കൊടുക്കാനുള്ള രീതിക്കുള്ള അതൊന്നുമില്ല. സ്വന്തമായിട്ട് തന്നെ കേട്ട് മനസ്സിലാക്കി വർക്ക് ചെയ്യണം എന്നാണ് അടുത്ത പോയിൻ്റ് പറയുന്നത്. അടുത്ത് പറഞ്ഞിട്ടുള്ള പോയിൻ്റ് എന്ന് വെച്ചാൽ, ഒരു എവിഡൻസ് ഇല്ലാതെ ഒരു കാര്യവും ഷെയർ ചെയ്യാൻ പാടില്ല. യൂട്യൂബ് ചാനലിൽ വീഡിയോ ചെയ്യണവരായിരുന്നാലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇത് പോസ്റ്റ് ചെയ്യണവരായിരുന്നാലും ശരി തന്നെ, അങ്ങനെ ഒരു എവിഡൻസ് ഇല്ലാതെ SBO പറ്റി എന്തെങ്കിലും മോശമായിട്ട് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള കാര്യം പ്രചരിപ്പിച്ച് അതിനൊരു ലീഗലായിട്ട് തന്നെ ആക്ഷൻ എടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ലീഗലായിട്ട് തന്നെ ആക്ഷൻ എടുക്കും. അതുപോലെ തന്നെ ഈ അഡ്മിൻ ഉണ്ടല്ലോ, നമ്മളെ ചേർത്ത് ഇൻട്രൊഡ്യൂസർ അഡ്മിൻ, അവരുടെ അടുത്തൊക്കെ മാന്യമായിട്ട് പെരുമാറണം. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കംപ്ലയിൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ലീഗലായിട്ട് ആക്ഷൻ എടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അടുത്തുള്ള പോയിൻ്റ് എന്ന് വെച്ചാൽ, SBOയും നമ്മളും തമ്മിൽ SBOയ്ക്കും നമുക്കിടയിലുള്ളൊരു ഇപ്പോൾ ഉള്ളൊരിതെന്ന് വെച്ചാൽ, നമ്മൾ കൊടുത്ത് കയറിയ ഒരു 6500 രൂപ, അതും പിന്നെ നമ്മൾ വർക്ക് ചെയ്ത എമൗണ്ട് കിട്ടാത്തത്, ഈ രണ്ട് ഇഷ്യൂവിൽ എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും SBO.tvm@gmail.com ആ ഒരു മെയിലിലോട്ട് മെയിൽ അയച്ചാൽ അവരതിന് റിപ്ലൈ തരും. അല്ലാതെ നമ്മൾ ചേർത്ത നമ്മൾ അഡ്മിൻ്റെ അടുത്ത കമാൻഡേഴ്സിൻ്റെ അടുത്ത് ആരുടെ അടുത്തൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. വർക്ക് ചെയ്ത എമൗണ്ടിൻ്റെയും ഇപ്പോൾ കിട്ടാനുള്ള എമൗണ്ടിൻ്റെയും ജോയിൻ ചെയ്ത 6500 2000 അതെന്താണെന്ന് വെച്ചാൽ ആ ഒരു എമൗണ്ടിൻ്റെയും കാര്യത്തിന് വേണ്ടിയുള്ള റീഫണ്ടിനുള്ള എന്തെങ്കിലും കാര്യമാണെന്നുണ്ടെങ്കിൽ അത് SBO.tvm@gmail.com ആ ഒരു മെയിൽ ID-യിലോട്ട് മെയിൽ അയച്ച് സോൾവ് ചെയ്യണം. അല്ലാതെ വേറെ ആരുടെ ചോദിക്കാൻ പാടുള്ളതല്ല. പിന്നെ അടുത്ത് പറഞ്ഞൊരു പോയിൻ്റ് എന്ന് വെച്ചാൽ, ഈ ഓരോ ടാസ്ക്കും കാര്യങ്ങളൊക്കെ ഡെയിലി കാണുമല്ലോ, അപ്പോഴത്തേക്ക് അത് കമ്പനി ഒരു ടൈം പറയും. ആ ടൈമിനുള്ളിൽ തന്നെ വർക്ക് ചെയ്ത് കമ്പനി പറയുന്ന എല്ലാ ഈ ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഫോളോ ചെയ്ത് ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം അക്സെപ്റ്റ് ചെയ്ത് വർക്ക് ചെയ്യണം. അവർ പറഞ്ഞ ടൈമിനുള്ളിൽ തന്നെ വർക്ക് ചെയ്തിരിക്കണം. കമ്പനിക്ക് ഒരു ടൈമുണ്ട് വർക്ക് ചെയ്യാനുള്ള, ആ ടൈമിൽ തന്നെ വർക്ക് ചെയ്ത് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരിക്കണം എന്നാണ് അടുത്തത്. പിന്നെ അടുത്ത പോയിൻ്റ് എന്ന് വെച്ചാൽ, SBO എന്താണ്, SBO ഈ ഫ്യൂച്ചർ കോൺസെപ്റ്റ് എന്താണ്, പിന്നെ അതുപോലെ തന്നെ SBOയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ എന്താണ്, അതെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ള അടുത്ത പോയിൻ്റാണ് അടുത്ത് പറഞ്ഞത്. അല്ല നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണ് എന്നുള്ളത്. SBOയുടെ എല്ലാ ഇത് ടേംസ് ആൻഡ് കണ്ടീഷനും പിന്നെ SBOയെ കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽസും ഫ്യൂച്ചർ കോൺസെപ്റ്റ് അങ്ങനത്തെ ബേസിക് കാര്യങ്ങളും പിന്നെ എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷനും ഈ ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഫോളോ ചെയ്യും എന്നുള്ള ഇതിലാണ് അടുത്തൊരു പോയിൻ്റ് പറഞ്ഞത്. അത് പിന്നെ അടുത്തൊരു പോയിൻ്റ് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ, അടുത്ത പോയിൻ്റെന്ന് വെച്ചാൽ, SBOയുടെ ഓഫീസിൽ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിന് എന്തെങ്കിലും പോയി വിസിറ്റ് ചെയ്യാൻ എന്തെങ്കിലും ആവശ്യമായിട്ട് അവിടെ പോകാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൽ അയച്ച് അവർ മെയിൽ വഴി നമുക്കൊരു സംഭവം തിരിച്ചയക്കും. അത് പ്രിൻ്റ് എടുത്ത് നമ്മൾ കൊണ്ടുപോയാൽ മാത്രമേ SBO ഓഫീസിൻ്റെ അകത്ത് നമുക്ക് കയറാൻ പറ്റുള്ളൂ. നമ്മൾ SBO സ്റ്റാഫ് ഇപ്പം ഉള്ളവർക്കല്ല. എന്തെങ്കിലും അത്യാവശ്യം വന്ന് പോകേണ്ടി വന്നാലും മെയിൽ വഴി കോൺടാക്റ്റ് ചെയ്ത് അവർ അയച്ചു തരുന്ന സംഭവം പ്രിൻ്റ് ഔട്ട് എടുത്ത് അതും കൊണ്ടുപോയാൽ മാത്രമേ SBOയിൽ നമുക്ക് എൻട്രി ഉള്ളൂ. അതുപോലെ ഇനി മിക്കവാറും അടുത്ത ആൾക്കാർ എടുക്കണത് എന്തായാലും ഒരു ഇൻ്റർവ്യൂ പോലെ സെറ്റ് ചെയ്തായിരിക്കും അടുത്ത ആൾക്കാർ എടുക്കണത് എന്നുള്ള രീതിയും കൂടെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിലില്ല, ഈ ഒരു പോയിന്റിലില്ല, പക്ഷേ ആ വോയിസ് ശങ്കർ സാറിട്ട ആ ഒരു സ്ക്രീൻ റെക്കോർഡിലുണ്ടായിരുന്നു. അടുത്തൊരു ഇൻ്റർവ്യൂ പോലെയൊക്കെങ്കിലും റെഡി ആക്കിയിട്ടായിരിക്കും അടുത്ത ആൾക്കാർ എടുക്കണം. എന്തായാലും ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയാമെന്നുള്ളവരെ എടുക്കുകയുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതാണ് അടുത്ത പോയിൻ്റ്. പിന്നെയുള്ള പോയിന്റിൽ പറയണം 13ാമത്തെ പോയിന്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, SBOയും പിന്നെ SBOയിലുള്ള ആൾക്കാരും തമ്മിൽ പേഴ്സണലായിട്ട് ഒരു കോണ്ടാക്റ്റോ സംഭാഷണമോ ഒന്നും വരാൻ പാടില്ല.
മീൻസ് നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി വരുമ്പോഴത്തെ ആ വർക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പോകണം. അല്ലാതെ പേഴ്സണലായിട്ട് അതിലുള്ള ആൾക്കാരോട് മെസ്സേജ് അയക്കുക, അതുമായിട്ട് കണക്ഷൻ അങ്ങനെയൊന്നും വരാൻ പാടില്ല. ഇത് എന്തുണ്ടെങ്കിലും ഗ്രൂപ്പിൽ മാത്രം ചർച്ച ചെയ്ത് ഡൗട്ട്സൊക്കെ കൊണ്ട് ഗ്രൂപ്പിൽ മാത്രം ചർച്ച ചെയ്ത് സോൾവ് ചെയ്യണം. അല്ലാതെ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് അങ്ങനെയൊന്നും പാടില്ല. അത് ഇൻട്രൊഡ്യൂസർ ആയിരുന്നാലും എന്തായിരുന്നാലും ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ ചേർക്കുന്ന ആൾക്കാരുമായിട്ട്. അപ്പോൾ ആ ഗ്രൂപ്പിൽ മാത്രം ഡൗട്ട് ക്ലിയർ ചെയ്ത് പോകത്തക്ക രീതിയിലായിരിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ല പേഴ്സണലായിട്ടുള്ള ഒരു ചാറ്റോ അല്ല എന്താ പേഴ്സണലായിട്ട് മെസ്സേജ് അയപ്പോൾ അങ്ങനെയുള്ള ഒരു ഇഷ്യൂ വരാൻ പാടില്ല. അത് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിലും അവർ ആക്ഷൻ എടുക്കും ലീഗലായിട്ട്. അതാണ് അടുത്ത പോയിന്റ് പറഞ്ഞിട്ടുള്ളത്. പേഴ്സണലായിട്ടുള്ളതൊന്നും പാടില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുക, ക്ലിയർ ചെയ്യുക, അങ്ങനെ പോവുക. ആ ഒരു രീതിക്കാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത പോയിന്റ് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ലാസ്റ്റ് പോയിന്റിൽ ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ടേംസ് ആൻഡ് കണ്ടീഷനും എല്ലാം ഫോളോ ചെയ്തില്ലെങ്കിൽ അത് തെറ്റിച്ച എന്തെങ്കിലും കാര്യം കൂടി തെറ്റിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ലീഗലായിട്ട് ആക്ഷൻ എടുക്കാൻ അവർക്ക് അധികാരമുണ്ട്, SBOക്ക് അധികാരമുണ്ട്. ആ ഒരു രീതിക്കുള്ള ഇതിനാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷനും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു, വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. എല്ലാ പോയിന്റും സ്വന്തമായിട്ടാണ് വായിച്ച് മനസ്സിലാക്കിയതെന്നും പിന്നെ ആരും ഫോഴ്സ് ചെയ്ത് അക്സെപ്റ്റ് കൊടുക്കാൻ പറഞ്ഞിട്ടല്ല ചെയ്യുന്നതെന്നും അതിൽ പറഞ്ഞിട്ടുണ്ട്. സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കി SBOയിൽ ജോലി ചെയ്യാൻ പൂർണ്ണമായിട്ട് സമ്മതമാണ്, താല്പര്യമുണ്ട് എന്നുള്ളവർ മാത്രം അക്സെപ്റ്റ് കൊടുത്താൽ മതി. അല്ലാത്തവർക്ക് റിജക്റ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ പറഞ്ഞിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്തിട്ട് ഇനി എന്തെങ്കിലും തെറ്റിക്കുകയാണെങ്കിൽ അവർ ലീഗലായിട്ട് ആക്ഷൻ എടുക്കാൻ അവർക്ക് പറ്റും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് ലാസ്റ്റ് പോയിന്റ് പറഞ്ഞിട്ടുള്ളത്. ഈ പറഞ്ഞ മുകളിലത്തെ എല്ലാ പോയിന്റ് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ എല്ലാം ഒന്നും പോലും വിടാതെ വായിച്ചു നോക്കി എല്ലാം അക്സെപ്റ്റ് എല്ലാവരും കോളം ടിക്ക് ചെയ്ത് വന്നാൽ മാത്രമേ ഇതുപോലത്തെ കോളം ഉണ്ടല്ലോ, ഈ കോളങ്ങളെല്ലാം ടിക്ക് ചെയ്ത് വന്നാൽ മാത്രമേ താഴെ ഈ അക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ബോക്സ് ഓപ്പൺ ആവുള്ളൂ. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം റിജക്റ്റ് എന്നുള്ള ഓപ്ഷൻ മാത്രമാണ് ഇപ്പോൾ കാണുന്നത്. ഞാനിപ്പോൾ ഇത് ചെയ്ത് കാണിക്കാം. ഞാൻ എന്തായാലും ഇത് വർക്ക് ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ എന്തായാലും ഇത് എല്ലാ കോളം ടിക്ക് ചെയ്ത് അക്സെപ്റ്റ് ചെയ്യും. ഞാൻ അത് കാണിച്ചത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓരോ കോളം നമ്മൾ ടിക്ക് ചെയ്ത് പോകണം. ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ 14 പോയിൻറ്റും. അപ്പോൾ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാൻ എല്ലാം അക്സെപ്റ്റ് ചെയ്യണം. എനിക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, അതുകൊണ്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്ത് പോവുകയാണ്. എല്ലാം ടിക്ക് ചെയ്ത് പോകണം. എല്ലാ ബോക്സ് ഇതുപോലെ ടിക്ക് ചെയ്ത് എല്ലാ ബോക്സും ടിക്ക് ചെയ്ത് താഴെ വരുമ്പോൾ മാത്രമേ നമുക്ക് അക്സെപ്റ്റ് എന്നുള്ള ആ ഒരു ഇത് വരൂ. അപ്പോൾ ഞാൻ എന്തായാലും അക്സെപ്റ്റ് കൊടുക്കുകയാണ്. എനിക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, അപ്പോൾ ജസ്റ്റ് അക്സെപ്റ്റ് കൊടുക്കണം. നമുക്ക് വെൽക്കം ടു ദ ഫാമിലി എന്ന് പറഞ്ഞ് കാണിക്കും. ഡാഷ്ബോർഡ് കൊടുക്കുമ്പോഴത്തേക്ക് ഡാഷ്ബോർഡിൽ പോകും. അത്രേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ റിജക്റ്റ് കൊടുത്താൽ മതി. പിന്നെ ഒരിക്കലും ലോഗിൻ ചെയ്യാൻ പറ്റില്ല. അത്രേ ഉള്ളൂ. വർക്ക് ഇനി ചെയ്യാൻ പറ്റില്ല. SBOയിൽ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ആ ഒരു ഫോൺ നമ്പർ അല്ലെങ്കിൽ ഡീറ്റെയിൽസ് ഒന്നും വെച്ച് ഇനി ഒരിക്കലും അക്കൗണ്ട് തുടങ്ങാൻ പറ്റുകയില്ല. പിന്നെ ഒന്നാലോചിച്ചോളൂ, എന്തായാലും പൈസ നിങ്ങൾ ഇട്ട് കഴിഞ്ഞ് SBOയിൽ ഇതുണ്ട്. ഇനി അത് റീഫണ്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനി ഒരു SBOയിൽ ജോയിൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് ഇൻ്റർവ്യൂ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൊണ്ട് കുറച്ചുകൂടെ ഒരു കാര്യങ്ങളൊക്കെ അവർ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം കുറച്ച് കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിയിട്ട് അവർ അടുത്തില്ലെങ്കിൽ അതിൽ ജോയിനിങ് ആയിട്ട് എടുക്കുകയുള്ളൂ. അതുകൊണ്ട് ഇപ്പം മാക്സിമം എനിക്ക് എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞാൽ അപ്രൂവലിൻ്റെ ഒരു പാടേ ഉള്ളൂ. കോൺസെപ്റ്റ് എന്താ ഇതിലുള്ള ഫ്യൂച്ചർ കോൺസെപ്റ്റ് എന്തായാലും നല്ല വലിയ കോൺസെപ്റ്റാണ്. അതാണ് ഇത്രയും ഡിലേ ആവുന്നത് വെരിഫിക്കേഷനൊക്കെ. എന്തായാലും ഒന്ന് നോക്കിയും കണ്ടും ചെയ്യുക. പൈസ കൊടുത്തവരെല്ലാവരും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അക്സെപ്റ്റ് കൊടുക്കാനാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നിങ്ങളിഷ്ടമാണ്. എന്താ ഇത്രയുള്ള വീഡിയോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി.